കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്, ഒരുപാട് പഴക്കമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും ഒക്കെ തുല്യ ശക്തിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം ഇത്തവണ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് CPM-ന് പറ്റിയിട്ടുണ്ട്. CPM അവിടെ വലിയൊരു ഫാക്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാലുണ്ട്, കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായിട്ടുള്ള കുറച്ച് പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ്. PV രണ്ടാഴ്ച മുമ്പ് കളമശ്ശേരിയിൽ വരികയും കളമശ്ശേരി വന്നിട്ട് പറഞ്ഞ കാര്യമാണ്, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. മുനിസിപ്പാലിറ്റികൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായി തന്നെ കളമശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കളമശ്ശേരിയിലെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ആര് വിജയിക്കാനാണ് അല്ലെങ്കിൽ ആർക്ക് നേട്ടമുണ്ടാകാനാണ് സാധ്യതയുള്ളത്? 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾക്ക് എല്ലാ മുനിസിപ്പാലിറ്റികളിലൂടെയും പോകേണ്ടതുണ്ട്, കോർപ്പറേഷനുകളിൽ കൂടെ പോകേണ്ടതുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ ഒരുപാട് പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്താണ്. അതായത് 3 തലത്തിൽ നിൽക്കുന്ന പഞ്ചായത്തുകളാണ്. ഈ പഞ്ചായത്തുകളിൽ കൂടെ ഒക്കെ പോകേണ്ടതുണ്ട്. അതിന് പുറമെയാണ് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കിടക്കുന്നത്. നമുക്ക് ആദ്യം മുനിസിപ്പാലിറ്റി തന്നെ പൂർത്തീകരിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ മുനിസിപ്പാലിറ്റി തന്നെ ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്ത് പരിശോധിക്കുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്, ഒരുപാട് പഴക്കമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്നും സ്ഥിരതയോടുകൂടിയ വിജയം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് കളമശ്ശേരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവാണ് അവിടെ നിന്ന് വിജയിച്ച് കയറിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നത് മുൻ മന്ത്രിയും ഒട്ടനവധി തവണ കളമശ്ശേരിയെ പ്രതിദാനം ചെയ്തിട്ടുള്ള PK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. ഇബ്രാഹിം കുഞ്ഞിനെതിരെ നമ്മുടെ പഞ്ചവടി പാലം, പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുകൂടാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യവും അത്ര ശരിയായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും അദ്ദേഹത്തിന്റെ മകൻ കളമശ്ശേരിയിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കളമശ്ശേരിയുടെ ഏതൊരു യഥാർത്ഥ പിക്ചർ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ആകെയുള്ള 42 സീറ്റിൽ 21 സീറ്റ് UDF-ഉം UDF-ന്റെ റിബലുകളും കൂടെ ചേർന്ന്, UDF മാത്രമല്ല UDF-ന്റെ റിബലുകളും കൂടെ ചേർന്ന് നേടിയപ്പോൾ 20 സീറ്റ് LDF നേടുകയും 1 സീറ്റ് BJP നേടുകയും ചെയ്തിരുന്നു. അങ്ങനെ മൊത്തം 42 വാർഡുകളാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഉള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മൊത്തം 46 വാർഡുകളുണ്ട്. പുതിയതായിട്ട് 4 വാർഡുകളും കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും ഒക്കെ തുല്യ ശക്തിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മളൊക്കെ കേട്ടുള്ള ഏരിയ സെക്രട്ടറി TP സക്കീർ ഹുസൈൻ. അദ്ദേഹമായിരുന്നു കുറെ ഏറെ കാലമായിട്ട് CPIM-ന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ളത്. ഒരു ഏരിയ സെക്രട്ടറി സംസ്ഥാന തലത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് TP സക്കീർ ഹുസൈനിൽ കൂടെയാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അറിഞ്ഞിട്ടുള്ള TP സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് ഈ ടെലിഫോണിൽ കൂടെ CIA ഒക്കെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ CIA തിരിച്ച് മാസ് ഡയലോഗ് പറയുന്ന ഒരു TP സക്കീർ ഹുസൈനാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ, കളമശ്ശേരി ഭാഗത്ത് ഏറെ സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് TP സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ TP സക്കീർ ഹുസൈനെ പാർട്ടി എന്ത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാറ്റി നിർത്തിയത് എന്നൊക്കെ തന്നെ അവർ CPM തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ TP സക്കീർ ഹുസൈനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൂടാതെ തന്നെ CPM-ന്റെ നല്ലൊരു ഓർഗനൈസർ കൂടിയായിരുന്നു അദ്ദേഹം കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഐക്യത്തോടു കൂടി തന്നെ കളമശ്ശേരി CPM മുൻപോട്ട് പോയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ CPIM-ന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ശ്രീ KV വർഗീസാണ്. KV വർഗീസിന്റെ പ്രവർത്തനങ്ങളോട് സത്യം പറഞ്ഞാൽ അവിടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്കോ CPM-കാർക്കോ മറിച്ച് ഇടതുപക്ഷ പ്രവർത്തകർക്കോ വലിയ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുമ്പിരുന്ന TP സക്കീർ ഹുസൈന്റെ അത്രയും ജനകീയനായിരിക്കില്ല ഒരുപക്ഷെ ഈ KV വർഗീസ്. അതുകൊണ്ടായിരിക്കും നമുക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ കോൺഗ്രസ് വാർഡ് വിഭജനത്തിന്റെ സമയത്ത്, പണ്ട് സംസ്ഥാന നിയമസഭയിലേക്ക് 2008 നടന്നിരുന്ന മണ്ഡല പുനഃക്രമീകരണത്തിന്റെ സമയത്ത് കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം ഇത്തവണ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് CPM-ന് പറ്റിയിട്ടുണ്ട്. അതായത് പല വാർഡുകളും കോൺഗ്രസുകാർ കൃത്യമായി അത് കോർഡിനേറ്റ് ചെയ്തു. എനിക്കൊന്നു നമ്മൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് കുറച്ച് താല്പര്യമുള്ള ഒരു നിയോജക മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് വിഭജന സമയത്ത് കൃത്യമായിട്ട്
കൃത്യമായിട്ട് അത് UDF അനുകൂലമായ വാർഡുകളാക്കി മാറ്റുവാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിന് മാത്രമാണ്, അതിൻ്റെ UDF അതിനകത്ത് ഇതൊന്നുമില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകര് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുകയും ആ മണ്ഡല പുനഃക്രമീകരണങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണത്തിന് ഏതോ ഒരു വാർഡിൽ, ഞാൻ ആ വാർഡിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഒരു വാർഡിൽ ഏകദേശം 1800 മേളിൽ വോട്ടർമാരുണ്ട്. എന്നാൽ മറ്റൊരു വാർഡ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ 600 മുകളിൽ മാത്രമേ വോട്ടർമാരുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കണക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താനായിട്ട് കോൺഗ്രസ് കളമശ്ശേരിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ ഈ കളമശ്ശേരി നഗരസഭയെ കുറിച്ച് പറയുന്ന സമയത്ത് കോൺഗ്രസിൽ ഐക്യമുണ്ട്. മറ്റ് പല ഗ്രൂപ്പ് വ്യത്യാസങ്ങളും ഗ്രൂപ്പുകളും ഒക്കെയുള്ളൊരു സ്ഥലം തന്നെയാണ്. എയും ഐയും തിരുത്തലും അതോടൊപ്പം തന്നെ പല പല ഫാൻസ് ഗ്രൂപ്പുകളും ഒക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. പക്ഷെ കളമശ്ശേരിയിലെ ഇപ്രാവശ്യം ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ഒരിക്കലും കാണാത്ത അത്രയുള്ള ഒരു ഐക്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ കോൺഗ്രസിനകത്ത് UDF സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മറ്റൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. മുസ്ലിമിന്റെ എറണാകുളം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം രണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തമ്മിൽ അടികൂടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അല്ലാതെ ജില്ലാ സെക്രട്ടറി ആണോ ഗഫൂർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാവരുമായിട്ടും തന്നെ യോജിച്ചു പോകുവാനായിട്ടുള്ള ഒരു പരിശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഐക്യമൊക്കെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിനകത്തും ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ അതിന്റെ അകത്തുള്ള ഉൾക്കളി എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ നേതാവുള്ള ഹംസ പറക്കാടൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഇപ്പോൾ ഇന്ന് PV അൻവറിന്റെ കൂട്ടത്തിലാണ്. കളമശ്ശേരിയിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ PV അൻവർ ഫാക്ട്. PV അൻവർ 2 ആഴ്ച മുമ്പ് കളമശ്ശേരിയിൽ വരികയും കളമശ്ശേരി വന്നിട്ട് പറഞ്ഞ കാര്യമാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന്. ശരിക്കും തൃണമൂൽ കോൺഗ്രസ് കളമശ്ശേരി മണ്ഡലത്തിലുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സുബൈർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗ് വിമതനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് മുസ്ലിം ലീഗ് വിമതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം PV അൻവറുമായിട്ട് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് PV അൻവറിന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ കളമശ്ശേരി വെച്ച് സ്വീകരണവും കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ആ സ്വീകരണ യോഗത്തിൽ വെച്ചിട്ടാണ് PV അൻവർ പറഞ്ഞത് കളമശ്ശേരിയിലെ എല്ലാ വാർഡുകളിലും തങ്ങൾ മത്സരിക്കും, UDF അനുകൂല നിലപാടാണ് ഉള്ളതെങ്കിൽ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പുളു അടിച്ചിട്ട് പോയിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ എത്രത്തോളം സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ സുബൈർ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരാളല്ല. അതുകൊണ്ട് ഹംസ പറക്കാടൻ എന്ന് പറയുന്ന ആളെ നമുക്ക് നിസ്സാരനായി തള്ളിക്കളയാൻ പറ്റുന്ന ആളുകളൊന്നുമല്ല. ഇവർ രണ്ടുപേരും അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ സ്വാധീനവും ബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരു ആളുകൾ തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിൽ വളരെ ശക്തനായിരുന്നു ഹംസ പറക്കാടൻ, അത്ര നിസ്സാരക്കാരനല്ല. എനിക്ക് തോന്നുന്നു മറ്റേ PV അൻവറും അതോടൊപ്പം തന്നെ മനോജ് കുമാറും പിന്നെ നമ്മളുടെ സജീവ് മഞ്ഞക്കടമ്പിലും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ഈ തൃണമൂൽ കോൺഗ്രസിനകത്തുള്ള ആളാണ് ഹംസ പറക്കാടൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹംസ പറക്കാടനൊക്കെ കളമശ്ശേരിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റത്തിന് ശ്രമിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പിന്നെ വേറൊരു വലിയ ഫാക്ടിനകത്ത് കിടക്കുന്നത് വെച്ചാൽ കോൺഗ്രസ് വേണ്ടത്ര സീറ്റ് ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പിന്നെ 10 സീറ്റാണ് എല്ലാ പ്രാവശ്യവും നൽകുന്നത്. പിന്നെ ഈ പ്രാവശ്യം വാർഡുകൾ വർദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു സീറ്റെങ്ങാനും കൂടുതലായിട്ട് നൽകാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് കളമശ്ശേരിയിൽ UDF സീറ്റ് തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പിന്നെ ഉള്ളത് PV അൻവറിൻ്റെയാണ്. PV അൻവർ ചിലപ്പം വീണ്ടും മുസ്ലിം ലീഗിന്റെ ഒപ്പം 10 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ PV അൻവറിന്റെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സുബൈറിനെയും ഹംസ പറക്കാടിനെയൊക്കെ വെച്ച് തനിച്ചു മത്സരിക്കേണ്ടി വരും. അങ്ങനെ തനിച്ചു മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് അപ്പോൾ UDF വോട്ട് ചോർച്ച ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാനായിട്ട് UDF എന്താ ചെയ്യാൻ വേണ്ടി പോവുക? സ്വാഭാവികമായിട്ടും 1-2 സീറ്റ് അല്ലെങ്കിൽ 2-3 സീറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മത്സരിക്കേണ്ട 2-3 സീറ്റ് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നീട് ഇതിനകത്ത് UDF പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷികൾക്കും ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് ആയിക്കൊള്ളട്ടെ, ഫോർവേഡ് ബ്ലോക്ക് ആയിക്കോട്ടെ, RSP ആയിക്കൊള്ളട്ടെ, ഇവർക്കൊന്നും യാതൊരുവിധ സ്വാധീനവും ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ LDF വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്താ പറയുക, ഹസൈനരെ പോലെയുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് CPM ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. കാരണം അവിടെ ഒരു CA2 ഒരു BJP-കാരനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ചില ആളുകളൊക്കെ CA2 യൂണിഫോം ഇടാതെ തൊഴിലിന് ഇറങ്ങുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ ചില ആശയപരമായ ചില തർക്കങ്ങളൊക്കെ CPM നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ഇലക്ഷൻ അടുക്കുന്നതോടുകൂടി തന്നെ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇലക്ഷന് നേതൃത്വം കൊടുക്കുകയും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ശക്തമായ സ്ഥാനാർത്ഥികളെ ഒക്കെ നിർത്തുകയൊക്കെ ചെയ്തേക്കാം. ഈ ഹസൈനാർ എന്ന് പറയുന്ന ആള്, പുള്ളിയാണ് എനിക്ക് തോന്നുന്നു അവിടെ കളമശ്ശേരി പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി CPM. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ പാർട്ടി തഴയുന്നതായിട്ടുള്ള ചില സംശയങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കിടയിലുണ്ട്. പിന്നെ CPI അവിടെ വലിയൊരു ഫാക്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാലുണ്ട്. പിന്നെ ജനതാദളിന് കുറച്ചൊക്കെ ഒരു സ്വാധീനമുള്ള
ഒരു സ്ഥലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. പിന്നെ മറ്റു പാർട്ടികളൊന്നും തന്നെ, പിന്നെ കേരള കോൺഗ്രസ് എം ഉണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായിട്ടുള്ള കുറച്ച് പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ്. എനിക്കത് കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ആണെന്നിരിക്കുന്നു, അദ്ദേഹം ഒക്കെ ഉൾപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രബലമായ 4 ഘടകകക്ഷികളുണ്ട്. അതായത് CPIM, CPI, ജനതാദൾ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം. ഈ 4 ഘടകകക്ഷികൾക്കും കൃത്യമായിട്ട് സ്വാധീനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ CPIMനകത്തുള്ള ചില ആശയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഏത് തരത്തിൽ CPM പരിഹരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ആർക്കൊപ്പമാണ് വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 46 സീറ്റിൽ ഏകദേശം ഒരു 30ഓളം സീറ്റ് നേടി UDF ആ മുനിസിപ്പാലിറ്റി നിലനിർത്തി പോകാനായിട്ട് സാധിക്കും. BJP ഒരു സീറ്റ് തന്നെയായിരിക്കും നിലനിർത്തുക, അല്ലെങ്കിൽ അത് നിലനിർത്തുമോ? BJP പക്ഷേ ഒരു സീറ്റിൽ നിന്ന് ചിലപ്പോൾ ഒരു 2 സീറ്റിലേക്ക് വരെയൊക്കെ എത്താനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ CPMനെ സംബന്ധിച്ച് CPMന്റെ പ്രധാനപ്പെട്ട തന്ത്രം എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺഗ്രസിൽ ഒരുപാട് റിബലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ UDF റിബലുകൾ ഉണ്ടാവും. ഈ UDF റിബലുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്ന രീതിയിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടുപോയേക്കും. അതുകൂടാണ്ട് ജനസമ്മതിയുള്ള പൊതു സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഉണ്ടാവും. LDF മൊത്തത്തിൽ എറണാകുളം ജില്ലയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടതാണ്. പൊതു സ്വതന്ത്രരെയാണ് കൂടുതലായിട്ടും മത്സരിപ്പിക്കുന്നത്. ഇപ്പൊ എറണാകുളത്താണെങ്കിലും തൃക്കാക്കര, പെരുമ്പാവൂര്, അങ്കമാലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതു സ്വതന്ത്ര, അതായത് ഇപ്പോൾ ജനസമ്മതിയുള്ള പൊതു സ്വതന്ത്രരെ മത്സരിപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ അതേ സമാനമായ രീതിയിൽ തന്നെ കളമശ്ശേരിയിൽ P. രാജീവ്, വ്യവസായ വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലമാണത്. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് ഒരുപാട് വലിയ താല്പര്യങ്ങൾ ഉള്ളയാളാണ്. ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിന് മുഖ്യമന്ത്രിയൊക്കെ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് P. രാജീവ്. അതിന് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിട്ടൊരു അഭിമാന പ്രശ്നമാണ്. എന്നാൽ UDFന് ഈ മുനിസിപ്പാലിറ്റി നിലനിർത്തി പോവേണ്ടതും തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടതും ഒരു അനിവാര്യത കൂടിയാണ്. കാരണം അവരുടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഒരു പക്ഷേ കളമശ്ശേരി നിയോജക മണ്ഡലത്തിലായിരിക്കും അടുത്ത പ്രാവശ്യം ജനവിധി തേടുവാനായിട്ടുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ ഒരു കാര്യം നമുക്കിത് എടുത്തു പറയാതിരിക്കാൻ വയ്യ, ഈ വാർഡ് പുനഃക്രമീകരണത്തിന്റെ സമയത്ത് കൃത്യമായൊരു മേൽക്കൈ നേടാനായിട്ട് UDFന് സാധിച്ചിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ കൃത്യമായിട്ട് ആ വാർഡ് വിഭജനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടന്നിട്ടുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി. അതിനകത്തൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. എന്നാൽ CPMനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ പരിഹരിച്ച് ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോയില്ലെങ്കിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എത്ര സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഈ 20 സീറ്റ് എന്നുള്ളത് കുറയാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ വാർഡ് വിഭജനമൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ ആശ്രയിച്ച് മാത്രമായിരിക്കും അവർക്ക് എത്ര സീറ്റ് കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും, കളമശ്ശേരി മുനിസിപ്പാലിറ്റി അധികം റിബലുകളൊന്നും വന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ പോകുന്ന ഇതേ രീതിയിലാണ് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ UDF സംവിധാനങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ PV അൻവറിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഹംസ പറക്കാടനും അതോടൊപ്പം തന്നെ ഈ സുബൈറും ഒന്നും എല്ലാ വാർഡുകളിലും കൊണ്ട് സ്ഥാനാർത്ഥികളെ ഒന്നും നിർത്താതെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി 2025 ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് UDFനൊപ്പമായിരിക്കും എന്ന് നമുക്ക് തറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും.